മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന കൃഷിക്കാഴ്ച എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ കൃഷി ചെയ്തിട്ടുള്ള ചീരയും അതുപോലെ മറ്റ് പച്ചക്കറികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പച്ചക്കറികൾ ഈ കൊടും ചൂടിൽ വാടി തളർന്നു പോകാതിരിക്കാനും ചീരയൊക്കെ തഴച്ച് വളരാനും ഒക്കെ, അതുപോലെ തന്നെ നമ്മൾ ചീര നട്ട് ഏതാനും ദിവസങ്ങൾ, അതായത് മൂട് പിടിച്ചു കഴിഞ്ഞതിന് മുന്നേ ഈ ഇപ്പം കാണിക്കുന്നത് പോലെയൊക്കെ ഉള്ള വളങ്ങളും ഒക്കെ ചെയ്യാമെങ്കിൽ അത് തഴച്ച് വളരുകയൊക്കെ ചെയ്യും, ഈ കൊടും ചൂടിനെ അതിജീവിച്ചുകൊണ്ട്. അങ്ങനെ സമർത്ഥമായ ഒരു കൃഷി ആനുകൂല്യം, കൃഷിയുടെ ഫലങ്ങൾ നമുക്ക് ലഭിക്കാനുള്ള ഒരു കൃഷി സുഖചികിത്സയാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. നമുക്ക് രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ കൃഷികൾക്ക് കൊടുക്കാം, പ്രത്യേകിച്ചും ചീര ഉൾപ്പെടെയുള്ള പച്ചക്കറി കൃഷികൾക്ക്. അതിന് നമ്മൾ തയ്യാറാക്കേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് ഒരു ലായനി വളമാണ്. കാരണം ഇപ്പം നമ്മളല്ലാതെ ഖര വളങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താലും അത് മണ്ണിൽ ലയിച്ച് ചെടികൾ വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മുടെ അടുക്കളത്തോട്ടത്തിലും ഒക്കെ അതുപോലെ മട്ടുപാവ് കൃഷിക്കുമൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ലായനി വളങ്ങളാണ്. ഒപ്പം ഈ ചൂടിനെ അതിജീവിക്കാനുള്ള ഒരു കുളിപ്പീര് നമ്മൾ ഈ സസ്യങ്ങൾക്ക് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു ലായനി വളം തയ്യാറാക്കണം. ആ ലായനി വളം തയ്യാറാക്കാൻ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കുമാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. അപ്പം കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും തുല്യ അളവിൽ നമ്മൾ എടുക്കുക. എടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു ബക്കറ്റിലോ അല്ലെങ്കിൽ ഡ്രമ്മിലോ ജാറിലോ വല്ലതും ഇതിട്ടതിന് ശേഷം ഇത് മുങ്ങിക്കിടക്കാത്ത രീതിയിൽ കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ മുങ്ങിക്കിടക്കത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് അടച്ചു വെക്കുക, അടച്ച് കെട്ടി വയ്ക്കുക. അടപ്പുണ്ടെങ്കിൽ അടച്ചു വെക്കുക. പിറ്റേ ദിവസം മുതൽ നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഒരു 7 മുതൽ 15 ദിവസം കഴിയുമ്പോഴത്തേന് ഇത് ലയിച്ച് നല്ല ഒന്നാന്തരം ഒരു ലായനി വളമാവും. ആ ലായനി വളം എടുത്ത് നമ്മൾ ഏത് പാത്രത്തിലാണോ കോരി എടുക്കുന്നത്, അതേപോലെ കപ്പിനകത്ത് കോരി എടുക്കുകയാണെങ്കിൽ ഈ കപ്പിൻ്റെ 5 ഇരട്ടി മുതൽ 10 ഇരട്ടി വരെ വെള്ളം കൂടി നമ്മൾ ചേർത്ത് നല്ല ഭംഗിയായിട്ട് യോജിപ്പിച്ച് വേണം നമ്മൾ ഈ പറയുന്ന ചെടിക്ക് ഒഴിച്ചു കൊടുക്കാറ്. നമ്മളിപ്പോൾ അങ്ങനെ എടുത്ത വളമുണ്ട്. ഇതാണ് നമ്മളങ്ങനെ തയ്യാറാക്കിയ വളമാണ് ഈ വളം. ഇത് നമ്മൾ ഈ പറയുന്ന ചീരയുടെയും ഒക്കെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന, ചീരയുടെയും പയറിൻ്റെയൊക്കെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പം ഇത് അതിന് കൊടുക്കുന്ന ഒരു ആഹാരമാണ്. ഇനി നമുക്കതിന് കുളിപ്പിക്കാൻ, ഈ നമ്മുടെ കൃഷികളെ കുളിപ്പിക്കാൻ ഒരു ലായനി നമുക്ക് തയ്യാറാക്കാം. അത് ഞാൻ ഇപ്പം നിങ്ങളോട് പറയാം. അപ്പോൾ സസ്യങ്ങൾക്ക് കുളിപ്പിക്കാൻ വേണ്ട ഒരു ലായനി തയ്യാറാക്കാൻ നമുക്ക് വേണ്ടത് ഇതാണ്. ഇതിൻ്റെ പേര് സൂഡോമോണസ് എന്നാണ്. എല്ലാവർക്കും സുപരിതമാണ് സൂഡോമോണസ് ലായനിയായിട്ടും വാങ്ങിക്കാൻ കിട്ടും, ഒപ്പം ഇത് പൊടിയായിട്ടും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ സസ്യങ്ങൾക്ക് ഉണ്ടാകുന്ന ഇലയിലും തണ്ടിലും ഒക്കെ ഉണ്ടാകുന്ന പല രോഗങ്ങളെയും ഇല്ലാതാക്കാൻ, ഒപ്പം ഇത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ കിടക്കുന്ന വളങ്ങളെ വലിച്ചെടുക്കാൻ വേരുകളെ പ്രാപ്തമാക്കുന്നു. അങ്ങനെയുള്ള ഒരു പൊടിയാണ് ഇത് സൂഡോമോണസ്. അപ്പോൾ ഇത് നമ്മൾ വളക്കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു പൊടിയാണെങ്കിൽ ഈ പൊടി ഒരു ബാക്ടീരിയ അടങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ ഈ ബാക്ടീരിയ മിത്ര ബാക്ടീരിയയാണ്. അപ്പോൾ ഇത് എന്തു ചെയ്യും, ഈ ചെടിക്കുണ്ടാകുന്ന ഇലപ്പുള്ളി രോഗം, അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു രോഗങ്ങളെ, തണ്ട് പൂപ്പലുണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളെയൊക്കെ ഇതങ്ങ് മാറ്റി കളയും. ഇത് നമ്മൾ വെള്ളത്തിനകത്ത് കലക്കി, കഞ്ഞിവെള്ളത്തിൽ കലക്കാം അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ കലക്കാം, വെള്ളത്തിനകത്ത് കലക്കി നമ്മൾ തളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തളിക്കുമ്പോഴും അടിക്കുമ്പോഴൊക്കെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് ഞാൻ ഇപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇത് കലക്കാൻ വേണ്ടി നമ്മൾ ആദ്യമായിട്ട് കുറച്ച് ശുദ്ധജലം എടുത്തിട്ടുണ്ട്. അപ്പോൾ ശുദ്ധജലം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇതേപോലെ 1 സ്പൂൺ 5 ഗ്രാം 1 സ്പൂൺ എടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് 1 ലിറ്റർ വെള്ളത്തിനകത്താണ് കലക്കേണ്ടത്. 1 ലിറ്റർ കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഗുണം അങ്ങ് പോകും. അപ്പം ഇതിപ്പം 2 ലിറ്റർ വെള്ളമുണ്ട്, അതുകൊണ്ട് 2 ടീസ്പൂൺ നമുക്ക് എടുക്കാം. 2 ടീസ്പൂൺ നമുക്ക് എടുക്കാം. 2 ടീസ്പൂൺ നമ്മൾ എടുത്തു. 2 ടീസ്പൂൺ നമ്മൾ എടുത്ത് എന്ത് ചെയ്യുക, ഇത് നല്ല ഭംഗിയായിട്ട് ഇതങ്ങ് കലക്കി യോജിപ്പിക്കണം.
ഇതൊക്കെ നമ്മൾ വെള്ളത്തിൽ കലക്കി യോജിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇളക്കുന്നുണ്ടെ ഒരു വശത്തൂടെ മാത്രമേ നമ്മൾ ഇളക്കി കൊടുക്കുക. തിരിച്ചും മറിച്ചൂടെ നമ്മൾ ഇളക്കി കൊടുക്കരുത്. അങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ബാക്ടീരിയ ഉണ്ടെന്ന്. ഈ അതിസൂക്ഷ്മമായ ബാക്ടീരിയയ്ക്ക് നാശമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ കണ്ട, ഇത് കലക്കിയപ്പോൾ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ നിറമായി മാറി. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ ഇത് മണ്ണുമായിട്ട് ചേർന്ന് ഈ ബാക്ടീരിയ പെറ്റുപെരുകും. അങ്ങനെ മണ്ണിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മണ്ണിൽ നിന്നും ചെടികൾക്ക് വളങ്ങളെ ആദേശം ചെയ്യാനുള്ള കഴിവ് ആക്കി മാറ്റും ഇത് കലക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇനി അരിക്കണം. കാരണം ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കുളിപ്പിക്കാനാണ്. കുളിപ്പിക്കാൻ വേണ്ടിയാകുമ്പോൾ ഇത് അരിക്കണം. കാരണം ഇതിൻ്റെ മട്ട്, അതായത് ഈ വെള്ളത്തിൽ അലിയാത്ത, വെള്ളത്തിൽ യോജിക്കാത്ത ആ മട്ട് ഇലകളുടെ പുറത്ത് വീണാൽ ആ സസ്യങ്ങളുടെ ഇലകൾ, അത് ചീരയായാലും എന്തോ സസ്യമായാലും അതിൻ്റെ ഇലകൾ പഴുത്ത് വള, അതായത് ചെറിയ പഴുപ്പടിക്കും. അതുകൊണ്ട് തന്നെ ഇത് അരിച്ച് വേണം നമ്മൾ ഈ സസ്യങ്ങളെ തളിക്കാൻ. അപ്പോൾ അരിക്കുന്നുണ്ടെങ്കിൽ ഇതിന് അധികം വരുമല്ലോ. അധികം വരുമെന്ന് പറഞ്ഞാൽ ഈ മട്ട് നമുക്ക് എന്തായാലും അധികം വരും. അപ്പോൾ ഈ മട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് മണ്ണിൽ കിടന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. പിന്നെ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ബാക്ടീരിയ ആണ്. അപ്പോൾ എങ്ങനെയായാലും ഇത് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇത് പറ്റും. കയ്യെ പറ്റുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇത് പെട്ടെന്ന് തന്നെ സോപ്പ് ഉപയോഗിച്ച്, നല്ല പതയുള്ള സോപ്പ് ഉപയോഗിച്ച് ഇത് കഴുകിക്കളയണം. ഞാൻ ചെയ്യുന്നത് കറ്റാർവാഴയുടെ ജെല്ല് ഉപയോഗിച്ച് ഇത് കഴുകിക്കളയുകയാണ് ചെയ്യുന്നത്. അതുമല്ലെങ്കിൽ ഈ സാനിറ്റൈസ്, നമ്മൾ ഈ കോവിഡിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന കൈ കഴുകുന്ന ഒരു സാധനമുണ്ട്, അത് ഉപയോഗിച്ച് കഴുകണം. കാരണം ഇല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മൂക്കിൽ, കണ്ണിൽ ഒക്കെ, നമ്മൾ വായിലൊക്കെ അറിയാതെ തൊടുവാണെങ്കിൽ ഈ ബാക്ടീരിയ അവിടെ എല്ലാം വ്യാപിക്കാനിടയുണ്ട്. മനുഷ്യ ശരീരത്തിൽ ഇതിന് യാതൊരു പ്രവർത്തനവും ഇല്ല എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും വളങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അല്പം മുൻകരുതലെടുക്കുന്നത് വളരെയധികം നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇത് അരിക്കണം. ഇത് അരിച്ച് വേണം നമ്മൾ ഇത് ഒഴിക്കാൻ. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒക്കെ ആവും. അപ്പോൾ നോക്കിയത് കുറേശ്ശെ നമുക്ക് ഇത് അരിച്ചെടുക്കണം. പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഈ സൂഡോമോണസ് ഭംഗിയായിട്ട് ലയിപ്പിച്ച് അല്ലെങ്കിൽ മിക്സ് ചെയ്ത് ഇതിനകത്ത് ഒഴിച്ചു. അപ്പോൾ ഇത് സസ്യങ്ങളിൽ തളിച്ചു കൊടുക്കത്തക്ക രീതിയിലാണ് ഇങ്ങനെ ഒഴിച്ചിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള നമ്മൾ ചെയ്യുന്ന കൃഷികൾ അത് വളരെയധികം ലാഭകരമാക്കാൻ, നമുക്ക് മനസ്സിന് സംതൃപ്തി നൽകുന്ന രീതിയിലാക്കുന്ന ആ കൃഷി സമ്പ്രദായങ്ങളും കൃഷി സംബന്ധിച്ച അറിവുകളുമാണ് ഇലഞ്ഞൂർ വ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അത് സമാന ചിന്താഗതിയുള്ളവരിലൊക്കെ എത്തിക്കാനും താല്പര്യമെങ്കിൽ, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആ സമയം മുതൽ തന്നെ നാളിതുവരെ എനിക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും എല്ലാ അംഗീകാരങ്ങളും എല്ലാ അനുമോദനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ബന്ധുമിത്രാദികൾക്കും ഞാൻ ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നമുക്കിനിയും ഇത് തളിക്കുന്നതും ഈ വളം കൊടുക്കുന്നതുമായ കാര്യങ്ങളിലേക്ക് നമുക്ക് ഒന്ന് പോകാം. എല്ലാം മാറ്റി. അപ്പോഴേ ഈ വളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഇതിൻ്റെ തണ്ടയിൽ മുട്ടാതെ ഒഴിക്കുന്നതാണ് ഉത്തമം. പിന്നെ അല്പം മുട്ടെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. മുട്ടാതെ ഒഴിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഉത്തമമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സൂഡോമോണസിൻ്റെ ലായനിയാണ് ഈ തളിച്ചു കൊടുക്കുന്നത്.
സുഹൃത്തുക്കളെ, ഇപ്പം ഈ ചീര ഇത് നമുക്ക് മുറിച്ചെടുക്കത്തക്ക രീതിയിൽ വളർന്നു നിൽക്കുകയാണ്. ഇതാണ് ഞാൻ പരീക്ഷണം നടത്തിയത്. ഈ രണ്ട് വളങ്ങൾ എന്ന് പറയുമ്പോൾ സൂഡോമോണസ് ലായനി തളിക്കുകയും ഒപ്പം ഈ ലായനി ഒഴിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ വളർന്നു കിട്ടി. ഈ പരീക്ഷണ വിജയമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവച്ചത്. അപ്പോൾ ഇതിന് നമ്മൾ വളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇത് മുറിച്ചതിന് ശേഷം മാത്രമേ ഈ സൂഡോമോണസ് കലക്കിയ ലായനി തളിച്ചു കൊടുക്കാവൂ. കാരണം സൂഡോമോണസ് ലായനി ഒഴിച്ചു കൊടുത്തിട്ട് കുറഞ്ഞത് ഒരു 3 ദിവസമെങ്കിലും കഴിയാതെ നമ്മൾ ഇതിൻ്റെ ചീരയുടെ ഇലകൾ കണ്ടിച്ചെടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വളർന്നു നിൽക്കുന്ന ചീര നമ്മൾ അതിൽ മുറിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഈ സൂഡോമോണസ് ലായനി ഒഴിച്ചു കൊടുക്കാവൂ. പക്ഷേ നമുക്ക് ഈ വളം ഒഴിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അതിൻ്റെ ചുവട്ടിൽ നമുക്ക് വളം ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ കൃഷികൾ എന്ന് പറഞ്ഞാൽ ചീര, അതുപോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ കൃഷികൾക്കും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഈ അതികഠിനമായ വരൾച്ചയിൽ മികച്ച രീതിയിൽ വളർന്ന് നമുക്ക് സംതൃപ്തി ഉണ്ടാകത്തക്ക രീതിയിൽ ഒരു കൃഷി തോട്ടം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക, നല്ലതാണ്. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ജൈവ കൃഷിയിലൂടെ ജൈവ വളങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ആ കാർഷിക വിളകളുടെ അതെന്തോ ആയിക്കോട്ടെ അതിൻ്റെ ഗുണനിലവാരം വളരെ ശക്തമാണ്, വളരെ വലുതാണ്, ഒപ്പം അത് ഔഷധമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന ഈ ഭക്ഷ്യ വസ്തുക്കളുടെ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്നുകൂടിയുള്ള ഒരു പരമ്പര നമ്മുടെ ഇലഞ്ഞൂർ ബ്ലോഗിൽ ആരംഭിക്കുകയാണ്. താമസിയാതെ അത് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും കൃഷി ചെയ്യുന്ന കർഷകർ നമ്മൾ ചീരയിൽ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അത് കഴിക്കുന്ന നമ്മൾ അതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി മനസ്സിലാക്കിയാൽ ആ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാനും അതിലൂടെ നമ്മുടെ ആരോഗ്യം നിലനിർത്താനും അങ്ങനെ സംതൃപ്ത പൂർണ്ണമായ ഒരു ജീവിതം പടുത്തുയർത്താനും നമുക്ക് കഴിയുന്നു. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും കൃത്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.